ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സിയാദ് ബിൻ കുഞ്ഞു സാറാണ് ഇന്ന് നമുക്ക് പ്രസന്റേഷൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് ഹാർദമായിട്ട് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം മിസ്റ്റർ സിയാദ് സാർ. ഓക്കെ, താങ്ക് യു ബിൻഷാ സാർ. എന്റെ വോയിസ് ഓക്കെ ആണോ? ഓക്കെ സാറേ. ഓക്കെ, വണ്ടർഫുൾ. ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു. പേര് വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. സിയാദ് മലപ്പുറം സ്വദേശിയാണ്. എനിവേ, ഇന്ന് ഈ ഒരു അവസരത്തിൽ കാലാവസ്ഥക്ക് നമുക്ക് ഒരുപാട് പ്രതികൂലമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ബന്ധു അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ ക്ഷണം നിരസിക്കാതെ ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈ ഒരു വൈബ്രന്റ് യുവ കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെ, ഇൻഡസ് യുവ കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സോ മേ ബി നമ്മളിൽ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് എന്നുള്ളത്. സോ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് സുഖകരമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ സ്ലൈഡ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്. ബിൻഷാ സാർ വിസിബിൾ ആണോ നോക്കണേ? ഓക്കെ ആണോ? ഫുൾ സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഒരിക്കൽ കൂടെ എല്ലാ വ്യക്തികളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നാം ഓരോരുത്തരും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പല പല മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതി നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ എന്നിട്ടും എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇനി ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ആവശ്യകത എന്ന് മേ ബി പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും. അതിനു വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ഒരു സർവേ റിപ്പോർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ എക്കോണമിക് സർവേ റിപ്പോർട്ട് പ്രകാരം 1960 കാലഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് ആ കുടുംബത്തിന് അവരുടെ ചെലവുകളെല്ലാം കഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ മതിയായിരുന്നു. എന്നാൽ 1980 കാലഘട്ടമായപ്പോൾ ആ മാസ ചെലവുകൾ ഒരു 100 രൂപ എന്നുള്ളത് 10,000 രൂപയായിട്ട് ഉയരുകയും നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള 2000 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരു മാസം ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് കഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന അവസ്ഥയിലേക്കായി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, 2000 കഴിഞ്ഞു, വീണ്ടും ഒരു 20 വർഷം കഴിഞ്ഞപ്പോ, അതായത് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിത സാഹചര്യത്തിൽ 2020 കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് കഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ മിനിമം മാസം 1,00,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ വീടിന്റെ ഹൗസിംഗ് ലോണ്, അതുപോലെ തന്നെ വണ്ടിയുടെ EMI, മക്കളുടെ വിദ്യാഭ്യാസം, മറ്റു ഫാമിലി എക്സ്പെൻസുകൾ, ഇതെല്ലാം ഒത്തൊരുമിച്ച് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം 1,00,000 രൂപ മാസ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. സോ കണക്കുകൾ ഇപ്രകാരമാണെങ്കിൽ വരുന്ന ഒരു 15 വർഷം കഴിയുമ്പോൾ 2040 എന്ന് പറയുന്ന വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1,00,000 രൂപയാണെങ്കിൽ ആ ഒരു 2040 എന്ന് പറയുന്ന വർഷത്തിലേക്ക് എത്തുമ്പോൾ 1,00,000ത്തിന്റെ 10 മടങ്ങായിട്ട് 10,00,000 രൂപ ഒരു മാസ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് നമുക്ക് കഴിഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഈ ഒരു 10,00,000 രൂപ വരുമാനത്തിലേക്ക് എത്താൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അവസരങ്ങളുണ്ടോ? അതല്ലെങ്കിൽ നിലവിൽ ചെയ്യുന്ന ജോലിയിലൂടെ ഈ ഒരു 10,00,000 രൂപ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ? സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തൊഴിൽ മേഖലകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോട് കൂടിയിട്ട് എല്ലാം ദുരന്താവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. കാർഷിക മേഖല പൂർണ്ണമായിട്ടും ആളുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. തൊഴിൽ മേഖല അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പിരിച്ചുവിടലും അതുപോലെ തന്നെ ജോബ് സ്ട്രെസ്സും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാസി മേഖലകളിൽ നിന്നും വരുന്ന വരുമാനത്തിന്റെ ഗണ്യമായിട്ടുള്ള കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് ശരിക്കും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതായത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു ബെറ്റർ ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല കരിയർ എന്ന് പറയുന്നത് സംരംഭകത്വമാണ്. എന്തുകൊണ്ടെന്നാൽ ഇറ്റ്സ് മോസ്റ്റ് റിവാർഡിങ്. വളരെ അനന്തമായിട്ടുള്ള വരുമാനമാണ് ഒരു സംരംഭകനാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോസ് നമുക്ക് തന്നെ ആകാൻ സാധിക്കുന്നുണ്ടാകും. ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സംരംഭകനാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ സമയത്തിന് ആനുപാതികമായിട്ട് നമ്മുടെ വർക്ക് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കൊണ്ട് നമുക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ടാകും. സോ ഇത്രയൊക്കെ ഒരു സംരംഭകനാകുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിൽ പല ആളുകളും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് സംരംഭകത്വത്തിലേക്ക് കയറി വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാം ചിന്തിക്കുന്നത് ഒരു സംരംഭകനാകാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള 2 റിസോഴ്സസിന്റെ ആവശ്യകതയാണ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ റിസോഴ്സസ്? ക്യാപിറ്റൽ ആൻഡ് ദെൻ ഐഡിയ. ഒരു സംരംഭകനാകണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ആശയം ഉണ്ടെങ്കിലേ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ
ആ നല്ല ആശയം ഉണ്ടെങ്കിലും അവിടെ നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു മുതൽ മുടക്ക് കൊടുത്താൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ സംരംഭകത്വത്തിലേക്ക് കയറി വരാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. എന്നാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു 21-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർന്നിട്ടുള്ള ഏതൊരു ബിസിനസ് സംരംഭം എടുത്തു നോക്കുകയാണെങ്കിലും അതൊന്നും ക്യാപിറ്റൽ ഓറിയന്റഡ് അല്ല, മറിച്ച് ഐഡിയ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് രീതികളാണ്, ആശയങ്ങളാണ് എന്നുള്ളതാണ്. സോ ഉദാഹരണമായിട്ട് നമുക്ക് സൊമാറ്റോ എടുക്കാം, അല്ലെങ്കിൽ ഓല, യൂബർ, സ്വിഗ്ഗി പോലുള്ള, ഓയോ പോലുള്ള എല്ലാ സംരംഭങ്ങളും നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏത് സംരംഭം എടുത്താലും ക്യാപിറ്റൽ ഓറിയന്റഡ് അല്ല, മറിച്ച് ഐഡിയ ഓറിയന്റഡ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് രീതികളാണ് എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അത്തരത്തിലുള്ള ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കമ്പനി നിങ്ങളിലേക്ക് ഒരു ഐഡിയ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നാം ഓരോരുത്തരും നാളിതുവരെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് 1+1+1=3 എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു കമ്പനി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആശയത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിനർജറ്റിക് എഫക്ട്. അതായത് 1+1+1 ഈ ഒരു 3 ആശയം കൂടുമ്പോൾ 3 എന്ന് ഉത്തരം കിട്ടുന്നതിന് പകരമായിട്ട് 111 എന്ന് വലിയ തോതിൽ ഉത്തരം കിട്ടുന്ന അത്രയും വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു 3 ആശയങ്ങളെയാണ് നമ്മുടെ കമ്പനി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ് അവർ ആശയങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫസ്റ്റ് വൺ ഈസ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്, ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെക്കാളും 10 മടങ്ങായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആദ്യത്തെ ഐഡിയ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതോടൊപ്പം രണ്ടാമതായിട്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഐഡിയ എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതാണ്. ഇന്ന് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ബില്യനേഴ്സിനെയും ട്രില്യനേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളരെ നൂതനപരമായിട്ടുള്ളതും എന്നാൽ ഇനി അങ്ങോട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റഡ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു ബിസിനസ് രീതിയാണ്, ഒരു മോഡലാണ് എന്നുള്ളതാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഒരു 2 ആശയങ്ങളോടൊപ്പം മൂന്നാമതായിട്ട് നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തേർഡ് വൺ ഈസ് ഇന്റർനെറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെ സാധ്യത നമ്മുടെ ഓരോ ജീവ തുടിപ്പിലും നമുക്ക് അത്രയും പ്രാധാന്യമാണ് എന്നുള്ളതാണ്. ഈവൻ നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം സൂം പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടു കൂടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. ഇന്ന് ഒരു ചെറിയ പെട്ടിക്കടയാണെങ്കിൽ കൂടെ, ഏത് ചെറിയ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന അച്ചാർ ഉൽപ്പന്നമാണെങ്കിൽ കൂടെ, ഇതെല്ലാം ആളുകൾ ഇന്ന് പ്രൊമോഷൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കച്ചവടമൊക്കെ ചെയ്യുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബിൽഗേറ്റ്സ് പറയുന്നത്, ഇഫ് യുവർ ബിസിനസ് ഈസ് നോട്ട് ഓൺ ദ ഇന്റർനെറ്റ്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് എന്തുമായിക്കൊള്ളട്ടെ, ചെറുതായിക്കൊള്ളട്ടെ വലിയ ബിസിനസ് ആയിക്കൊള്ളട്ടെ, അത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയല്ല നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യുവർ ബിസിനസ് വിൽ ബി ഔട്ട് ഓഫ് ബിസിനസ്. നിങ്ങൾ എന്ത് ചെയ്യും? ബിസിനസ്സിൽ നിന്നും ഔട്ടായി പോകുന്നുണ്ടാകും എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെയാണ് ഈ 3 ആശയം, വളർന്നുകൊണ്ടിരിക്കുന്ന ഈ 3 ആശയങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന 2014 ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് വിവ ടവർ എന്ന് പറയുന്ന ഓൺ ടവറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കമ്പനി. വളരെ പ്രൗഡോട് കൂടി പറയാൻ പറ്റും, ഇന്ന് 11 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഇത്രയും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി ആയിട്ട് മാറാനുള്ള കാരണം, അതിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം ചെയ്യുന്നത്, കമ്പനി പരിചയപ്പെടുത്തുന്ന എല്ലാവിധ പ്രോഡക്ട്സിന്റെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം ചെയ്യുന്നത് വേൾഡിലെ തന്നെ നമ്പർ 1 ലീഡിംഗ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള ജപ്പാൻ ആസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്ന ബയോ ആക്റ്റീവ് ജപ്പാൻ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി 5,50,000 യൂണിറ്റ് കപ്പാസിറ്റി ഉള്ള സ്വന്തമായിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, എല്ലാവിധ പ്രോഡക്ട്സിനെയും ഉൽപാദനം ചെയ്യുന്നത്. അതോടൊപ്പം സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നോക്കുമ്പോൾ വളരെ പ്രൗഡോട് കൂടി പറയാൻ പറ്റും, യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ കയറ്റിയേക്കാൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കോസ്റ്റർ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എല്ലാ പ്രോഡക്റ്റുകളും. GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ള ഒരു കമ്പനിയാണ്. CII എന്ന് പറയുന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിലെ പ്രായം കുറഞ്ഞ ഒരു റെപ്യൂട്ടഡ് മെമ്പർ കൂടിയാണ് ഇൻഡസ് വിവ. അതുപോലെ തന്നെ സാപ്പ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. സോ അതോടൊപ്പം വളരെ പ്രൗഡോട് കൂടി പറയാൻ പറ്റും, ഇന്ന് 11 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഒരുപാട് റിവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒരു 2 റിവാർഡ്സുകളാണ്. ടൈം ടു ടൈം ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുത്തതിന് ഗവൺമെന്റിന്റെ GST ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്നും GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇൻഡസ് വിവ. അതോടൊപ്പം തന്നെ ഡാബർ, ഹിന്ദുസ്ഥാൻ ലിവർ പോലുള്ള ITC പോലുള്ള വലിയ കമ്പനിയുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട്
ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് കമ്പനി ആയിട്ട് അവാർഡ് വിൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് എക്സ്പേർട്ട് എക്സലൻസ് അവാർഡ് കൂടി വിൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു കമ്പനി നമുക്ക് നൽകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മോഡേൺ സയൻസിന്റെ സഹായത്തോടു കൂടി യുണീക്ക് ആയിട്ടുള്ള മൊണോപ്പൊളി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സോ എന്താണ് നമ്മുടെ കമ്പനി പറയുന്നത്? ഇൻഡസ് വിവ ഈസ് ടെല്ലിംഗ് യു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നമുക്ക് നമ്മുടെ ശരീരത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മളിൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? അസുഖം വന്ന് ചികിത്സിച്ചാൽ പോരെ എന്നുള്ളതാണ്. എന്നാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിന് അങ്ങനെ വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടവും ഒരുപാട് ചെലവുകളും അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സമയനഷ്ടവും നമുക്ക് വരുന്നുണ്ടാകും. സോ ഇവിടെയാണ് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളെയാണ് നമുക്ക് നമ്മുടെ കമ്പനി ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സോ ഏതൊക്കെയാണ് ആ പ്രോഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് കമ്പനി ആദ്യമായിട്ട് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ്. എന്താണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത? ഇന്ന് ലോകത്തുള്ള എല്ലാവിധ ഫ്രൂട്ട്സും നട്ട്സും വെജിറ്റബിൾസും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒറാക് സ്കോർ അടങ്ങിയിട്ടുള്ള അസൈബ്രി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫ്രൂട്ട്, നമ്പർ 1 ആന്റി ഓക്സിഡന്റും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളതും ആന്റി ക്യാൻസർ സപ്പോർട്ടായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഈ ഒരു അസൈബ്രി എന്ന് പറയുന്ന പഴത്തെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആക്കിക്കൊണ്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇന്ന് എന്താണ് ഈ ഒരു ഐപൾസിന്റെ പ്രത്യേകത? ഇന്ന് 26ഓളം മേജർ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്, സൂപ്പർ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഐപൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ മൂവിംഗ് ടു ദ സെക്കൻഡ് പ്രോഡക്റ്റ് ഈസ് ഐ കോഫി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. എന്നാൽ ഈ ഒരു ഡയബറ്റീസിനെ നാച്ചുറൽ ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിന്റെ ചരക സംഹിതയിൽ പരാമർശിക്കപ്പെട്ട ആയുർവേദ റെമഡിയാണ് ഏകനായകം എന്ന് പറയുന്നത്. ഈ ഏകനായകത്തിനകത്ത് നിന്നും ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന സാൾസിറ്റാൾ എന്ന് പറയുന്ന പേറ്റന്റഡ് ആയിട്ടുള്ള ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂളിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഐ കോഫി 2 വേരിയൻസിൽ അവൈലബിൾ ആണ്, ഐ കോഫി ക്രീമർ, ദെൻ ഐ കോഫി ബ്ലാക്ക്. എന്താണ് ഈ ഒരു ഐ കോഫിയുടെ പ്രത്യേകത? ഒരു റിച്ച് കോഫിയുടെ ഒതന്റിക് ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഹെർബൽ കോഫി കഴിച്ചുകൊണ്ട് ഷുഗർ വന്നിട്ടുള്ള വ്യക്തികൾക്ക് അലോങ് വിത്ത് മെഡിസിൻ ഈ ഐ കോഫിയിലേക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗ്രാജുവലി അവരുടെ ശാരീരിക ഹെൽത്ത് ഇഷ്യൂസിനെ എല്ലാം റിവേഴ്സ് വന്നുകൊണ്ട് അതോടൊപ്പം തന്നെ മെഡിസിൻസ് എല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫ് നാച്ചുറൽ ആയിട്ട് സൈഡ് എഫക്ട് ഇല്ലാതെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐസ്ലിം ഫ്ലാറ്റമീസ്. പേര് പോലെ തന്നെ ഒരു വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റമീസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ന്യൂട്രീഷൻ വാല്യൂസും അവരുടെ ശരീരത്തിലേക്ക് കൊടുത്തുകൊണ്ട് കറക്റ്റ് ആ ശരീരത്തിനകത്ത് നിന്നും ചീത്ത കൊഴുപ്പിനെ മാത്രം അലിയിച്ച് കളയാൻ സഹായിക്കുന്ന FB3 ഫിഷൻ ഇൻഗ്രീഡിയൻസിനെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആക്കിക്കൊണ്ട് ഡിന്നറിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റമീസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐ ഗ്ലോ. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്ന ഏകദേശം 300ഓളം ആളുകൾ ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖകാന്തിയിൽ, നമ്മുടെ ബ്യൂട്ടിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ്. സോ ഇന്ന് ആ ഒരു മുഖകാന്തി വർദ്ധിപ്പിക്കാനും ബ്യൂട്ടി കോൺഷ്യസ് ആകാനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എക്സ്റ്റേണൽ പാർട്ടിൽ പുരട്ടുന്ന ക്രീംസുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോഷൻസ് ആയിക്കോട്ടെ പലതരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ തന്നെ ആദ്യമായിട്ട് അകത്തേക്ക് കഴിച്ചുകൊണ്ട് ലിവറിനെ ഡിറ്റോക്സിഫൈ ചെയ്ത് ബ്ലഡിനെ പ്യൂരിഫൈഡ് ചെയ്ത് 7 ലെയർ സ്കിന്നിനെയും ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഇന്ന് വേൾഡിലെ തന്നെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് സ്പൈസസ് ആയിട്ടുള്ള കാശ്മീർ വാലിയിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന ഒരു കാശ്മീർ സാഫ്രോണിനെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആക്കിക്കൊണ്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി ഒരു പ്രോഡക്റ്റിനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രൗഡോട് കൂടി പറയാൻ പറ്റും. കാരണം നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരാവാം, അമ്മമാരാവാം, സഹോദരിമാരാവാം, ഭാര്യമാരാവാം, ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനെ പ്രിവെന്റ് ചെയ്യാനും വരാതിരിക്കാനും വേണ്ടിയിട്ട് മഞ്ഞളിലെ കുർക്കുമിനെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആക്കിക്കൊണ്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. ഓവറോൾ ഒരു ഹെൽത്ത് വുമൺ ബീയിങ്ങിന്റെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ അതോടൊപ്പം തന്നെ റീസെന്റ് നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐ ചാർജ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇറ്റ്സ് ഓഫ് കോഴ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൺലി, നോട്ട് ഫോർ സെയിൽ. ഇത്
എന്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ ന്യൂ ജനറേഷൻസിൽ യങ്സ്റ്റേഴ്സിലൊക്കെ ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഐ ചാർജ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞപ്പോഴും മേ ബി നമ്മൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഈ ഒരു കമ്പനിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ലല്ലോ. മേ ബി നിങ്ങൾ കേട്ടിരിക്കാം, കേട്ടില്ലായിരിക്കാം. എന്നാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലോകത്തുള്ള 40ഓളം രാജ്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു കമ്പനി ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി മറ്റു കമ്പനികളെ പോലെ തന്നെ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. പക്ഷേ സാധാരണഗതി നമ്മൾ എല്ലാവരും കണ്ടുവരുന്ന ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അതായത് ഒരു മാനുഫാക്ചറിംഗ് കോസ്റ്റ്, അഡ്വർടൈസ്മെന്റ് ഇന്റർമീഡിയറ്റ് കോസ്റ്റ് ഈസിക്കൽ ടു MRP. അതായത് ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളത് വെറും 30 രൂപ മാത്രമാണെങ്കിൽ ബാക്കി വരുന്ന 70% പോകുന്നത് ഈ ഇടനിലക്കാരും പരസ്യക്കാരുമായിട്ടുള്ള ആളുകളിലേക്കാണ്. ഇവിടെ എന്താണ് ഈ ഒരു ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒന്നും പണക്കാർ സാധാരണക്കാർക്ക് ഇവിടെ പ്രത്യേകിച്ച് റോളോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസോ ഇല്ല. സമ്പന്നരൊന്നും സമ്പന്നരാണ്. എന്നാൽ ഇവിടെയാണ് ഇൻഡസ് വിവ പരിചയപ്പെടുത്തുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതെന്ന് വെച്ചാൽ ഇറ്റ്സ് കോൾഡ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് കോടികളും ലക്ഷങ്ങളും വരുമാനം വാങ്ങിക്കുന്ന ഈ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇവിടെ ഈ ഇടനിലക്കാരന്റെയും പരസ്യക്കാരന്റെയും ജോലി നമ്മൾ ചെയ്യുന്ന സാഹചര്യത്തിൽ കമ്പനി ആ 70% പേ ഔട്ട് നമ്മളിലേക്ക്, നമ്മളെ പോലുള്ള സാധാരണക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഈ ഒരു കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഒരു കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഇൻഡസ് വിവ കമ്പനിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻസ് ആണുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വിവ റീറ്റെയിലർ ആയിട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് ഉപയോഗിക്കാം, റീറ്റെയിൽ ചെയ്യാം. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ ഞാനടക്കമുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള കാരണം ഈ ഒരു ബിസിനസ് ഒരു വിവ ബിസിനസ് ഓണർ ആയിട്ട് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരു വിവ ബിസിനസ് ഓണർ ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും, റീറ്റെയിൽ ചെയ്യാൻ പറ്റും, റീറ്റെയിലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവിധ വരുമാനങ്ങളും നമുക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകും. സോ വാട്ട് ഈസ് യുവർ ചോയ്സ്? നമ്മുടെ ചോയ്സ് എന്താണ്? മേ ബി നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, സോ അത്തരത്തിൽ വലിയ തോതിൽ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊരു വിവ ബിസിനസ് ഓണർ ആയാൽ മാത്രമേ സാധിക്കുള്ളൂ. ഹൗ ടു ബിക്കം എ വിവ ബിസിനസ് ഓണർ? എങ്ങനെയാണ് നമ്മളൊരു വിവ ബിസിനസ് ഓണർ ആയിട്ട് മാറാൻ സാധിക്കുക? നിങ്ങളുടെ നെയ്ബർ സർക്കിളിലുള്ള അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലെ ആളുകളിലേക്ക് ഒരു 12 പ്രോഡക്റ്റുകൾ, ഒരു ഡസൻ പ്രോഡക്റ്റുകൾ നിങ്ങൾ സെയിൽ ചെയ്ത് റീറ്റെയിൽ ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു വിവ ബിസിനസ് ഓണർ ആയിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അത്തരത്തിൽ ഒരു വിവ ബിസിനസ് ഓണർ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ യു ക്യാൻ എക്സ്പാൻഡ് യുവർ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഫ്രാഞ്ചൈസി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. മേ ബി നമുക്ക് അറിയാം, സ്റ്റാർബക്സ് പോലുള്ള അല്ലെങ്കിൽ KFC പോലുള്ള മെക്ഡൊണാൾഡ്സ് പോലുള്ള വലിയ വലിയ കമ്പനീസ് ഒക്കെ അവരൊക്കെ എല്ലാം ചെയ്യുന്നത് അവരുടെ ഫ്രാഞ്ചൈസി എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇതുപോലെ നമുക്കും നമ്മുടെ ബിസിനസ് ഫ്രാഞ്ചൈസീസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ബിസിനസ് വോള്യത്തിനനുസരിച്ച്, ബിസിനസ് ടേൺ ഓവറിനനുസരിച്ച് വ്യത്യസ്തപരമായിട്ടുള്ള കമ്മീഷൻസ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്നുള്ള പ്രോഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഒരു നിശ്ചിത ആഴ്ചയിൽ 2 ഓർഗനൈസേഷനിലും 6000 ഗ്രൂപ്പുകളത്തിന്റെ കച്ചവടം, ഒരു ഓർഗനൈസേഷനിൽ 900 ഗ്രൂപ്പുകളത്തിന്റെ കച്ചവടം മറ്റൊരു ഓർഗനൈസേഷനിൽ നടക്കുമ്പോൾ ആ ഒരു ആഴ്ചയിലെ പ്രോഫിറ്റ് മാത്രം 6000 രൂപ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുകയും ബാക്കി വരുന്ന 300 ഗ്രൂപ്പുകളിലും അടുത്ത ആഴ്ചകളിലെ കച്ചവടത്തിലേക്ക് കമ്പനി മാറ്റിവെക്കുകയും ചെയ്യും. ഇത്തരത്തിൽ നമ്മുടെ ബിസിനസ് വളരുന്നതിലൂടെ ഒരു നിശ്ചിത ആഴ്ചയിൽ 5000 ഗ്രൂപ്പുകളത്തിന്റെ കച്ചവടം നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുമ്പോൾ ആഴ്ച വരുമാനം 50,000 രൂപയും 10,000 ഗ്രൂപ്പുകളത്തിന്റെ കച്ചവടം നടക്കുമ്പോൾ ആഴ്ച വരുമാനം 1,00,000 രൂപയും. മൈ ഡിയർ ഫ്രണ്ട്സ്, 25,000 ഗ്രൂപ്പുകളത്തിന്റെ കച്ചവടം നടക്കുമ്പോൾ ആഴ്ചയിൽ 2,50,000 രൂപ പ്രോഫിറ്റ് ലഭിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 2,50,000, മാസം 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും വലിയ തോതിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഒരു വിവ ബിസിനസ് ഓണർ ആയിട്ട് നമ്മൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വരുമാനങ്ങൾ മാത്രമല്ല, അതിനപ്പുറം കമ്പനി നമുക്ക് ഒരുപാട് റിവാർഡ്സുകളും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ 3rd റാങ്കിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്
പാക്കേജ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ സ്റ്റാർ 1000 എന്ന് പറയുന്ന ഒരു റാങ്ക് നിങ്ങളുടെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ സ്റ്റാർ സമ്മിറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. അതുപോലെ റൂബി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. വേൾഡ് എക്സിക്യൂട്ടീവ് മലേഷ്യ, ദെൻ എമറാൾഡ് എക്സിക്യൂട്ടീവ് ഉസ്ബെക്കിസ്ഥാൻ, സഫയർ എക്സിക്യൂട്ടീവ് ദുബായ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് സിംഗപ്പൂർ ആൻഡ് സ്റ്റാർ ക്വിസ് എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാനും സാധിക്കുന്നുണ്ടാകും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ ഒരു വിവാ ബിസിനസ് ഓണർ ആയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് ഓണേഴ്സ് മീറ്റ് എന്ന് പറയുന്ന ഒരു മെഗാ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അതിലൂടെ പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും. സോ അത്തരത്തിൽ ഇവിടെ ഈ ഒരു 3D സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഓർഗനൈസേഷന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ ഏതൊരു സാധാരണക്കാരനെയും ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈബ്രന്റിവ എന്ന് പറയുന്ന കമ്പനിയുടെ ഓൺ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ സിസ്റ്റവും എല്ലാവിധ ലീഗൽ കാര്യങ്ങൾക്കും ഇൻഡസ്വിവ എന്ന് പറയുന്ന കമ്പനിയും ഈ ഒരു 3D ഡയമെൻഷൻ സപ്പോർട്ടിന്റെ സഹായത്തോടു കൂടി ഏതൊരു സാധാരണക്കാരനും വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ, വിത്തൗട്ട് എനി എക്സ്പീരിയൻസ്, വിത്തൗട്ട് എനി പ്രീ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഇതിലൂടെ നല്ല രീതിയിൽ സാമ്പത്തിക വരുമാനങ്ങൾ പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ വളരെ പ്രൗഢോട് കൂടി പറയാൻ പറ്റും, ഇന്ന് 11 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇന്ന് സാധാരണക്കാരായിട്ടുള്ള വ്യത്യസ്ത കാറ്റഗറി പെടുന്ന വ്യത്യസ്ത മേഖലകളിൽ പെടുന്ന 101 പേരുടെ ജീവിതത്തിൽ ഒരു സക്സസ് ജേർണി ക്രിയേറ്റ് ചെയ്തുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ്വിവ. അതിൽ തന്നെ വളരെ പ്രൗഢോട് കൂടി പറയാൻ പറ്റും അതിൽ ഏറ്റവും കൂടുതൽ ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. സോ അതോടൊപ്പം തന്നെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ഹ്യൂജ് ഓർഗനൈസേഷൻ ഇന്ന് വെറും 8 വർഷങ്ങൾ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രം 12 ക്രോർപതീസിന് യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല മേഖലകളിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പല മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ വ്യത്യസ്ത കാറ്റഗറി പെടുന്ന 12 പേരുടെ ജീവിതത്തിൽ ഒരു സക്സസ് ജേർണി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ടാലന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്കോ ഒന്നുമല്ല, നിങ്ങൾ ചെയ്യാനെടുക്കുന്ന ഒരു തീരുമാനം that will shape your destiny, അത് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നുണ്ടാകും. സോ ഹിയർ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ബ്രാൻഡ് ന്യൂ കരിയർ. നിങ്ങളുടെ കാവിഡീസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ആധാർ കാർഡ്, പാൻ കാർഡ്, കാവിഡീസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിലേക്ക് കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ കമ്പനിയുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് മാറാൻ സാധിക്കുന്നുണ്ടാകും. സോ അച്ചീവ് സ്റ്റാർട്ട് ടുഡേ ആൻഡ് ദ സ്റ്റാർട്ട് ആക്ഷൻ റൈറ്റ് നൗ. നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ഒരു വിവാ ബിസിനസ് ഓണർ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കുക. അതോടൊപ്പം തന്നെ സ്റ്റാർട്ട് ആക്ഷൻ റൈറ്റ് നൗ ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അതായത് ഇന്ന് നിങ്ങൾ നല്ലൊരു ഉറച്ചൊരു തീരുമാനത്തോടു കൂടി നിങ്ങൾ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാകും. അതിന് സർവശക്തൻ തുണക്കട്ടെ. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ടേക്ക് എ ഗുഡ് ഡിസിഷൻ ടുഡേ ആൻഡ് മേക്ക് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓവർ ടു ബ്യൂട്ടിഫുൾ MC വിൻഷാ സർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വെരി നൈസ് പ്രസന്റേഷൻ. ഏതൊരു സാധാരണക്കാരൻ മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്ത സിയാസ് സാർക്ക് നന്ദി കടപ്പാട് അറിയിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. യെസ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അവസരത്തെ കുറിച്ച് നമ്മൾ കേട്ടു അല്ലെ. ഇത്രയും നല്ലൊരു അവസരമാണ്. ഈ ഒരു അവസരം നമ്മളെ പോലുള്ള സാധാരണക്കാരർക്ക് ഏറ്റെടുത്താൽ മുന്നോട്ട് പോകാൻ പറ്റുമോ, ഇതിലൂടെ വിജയിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്ക് സമയക്കുറവ് മൂലം 2 പേരുടെ എക്സ്പീരിയൻസ്, നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒരു സ്കൂൾ പ്രിൻസിപ്പൽ ആയിരിക്കെ ഈ ഒരു അവസരം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സമിത മാമാണ്. സമിത മാമത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഹാർദമായിട്ട് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സമിത മാം. എന്റെ വോയിസ് ഓഡിബിൾ ആണല്ലോ സാർ? യെസ് മാം, യെസ് മാം. ഓക്കെ, എന്റെ പേര് പരിചയപ്പെടുത്തി. എന്റെ പേര് സമിത. ഇന്ന് കമ്പനിയിൽ എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഒരു ജോലിയിലിരിക്കെ, ഞാനൊരു സ്കൂൾ പ്രിൻസിപ്പൽ ആയിരിക്കെയാണ് ഞാൻ ഈ ഒരു അവസരത്തിലോട്ട് വന്നത്. വരുമ്പോഴൊന്നും ഇത്രയ്ക്കൊന്നും നമ്മൾ ഇത്രയും മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മാസത്തിലെ സാലറി 15,000 രൂപ വാങ്ങുന്നു, അതനുസരിച്ച് ലൈഫ് പോകുന്നു. അപ്പോഴാണ് ഒരു ബിസിനസ് അവസരം കിട്ടിയപ്പോൾ എത്രത്തോളം നമുക്ക് മാറാൻ പറ്റിയെന്ന് പറഞ്ഞാൽ 10 വർഷമാണ് ഞാൻ സ്കൂളിൽ ജോലി ചെയ്തത്. ആ 10 വർഷത്തിന്റെ സാലറി എനിക്ക് കൂട്ടി വെച്ചാൽ
മേ ബി ഒരു 18 ലക്ഷം എങ്ങാണ്ട് കാണും. പക്ഷെ ഈ ബിസിനസ്സിൽ ഒരു 3 വർഷം ഞാൻ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്തപ്പോൾ 30 ലക്ഷം രൂപയാണ് എനിക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ ദിവസത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സമയത്ത് എന്റെ സ്കൂള് കോളേജിൽ പഠിച്ചവര്, എന്റെ കൂടെ ജോലി ചെയ്ത കൊളീഗ്സ് ഉണ്ട്. നമ്മൾ ആ സമയത്തൊക്കെ തന്നെയും നമ്മൾ യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ വിത്തിൻ കേരള ഒരു 1 ഡേ ട്രിപ്പ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഇന്ന് നമ്മുടെ കമ്പനിയിൽ നമ്മൾ തായ്ലൻഡിലേക്ക് പറക്കാൻ പോവാണ്. നമ്മൾ ഒരുമിച്ച് വിത്ത് അവർ കോംപ്ലിക്കൻസ് നമ്മുടെ ഹസ്ബൻഡിന്റെ കൂടെ, നമ്മുടെ ഫാമിലിയുടെ കൂടെ നമുക്ക് പറക്കാൻ പറ്റാന്ന് പറയുന്നത് വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ്. കാരണം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നമുക്ക് ഒരുമിച്ച് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമുക്ക് പറ്റാന്നുള്ളത്. അപ്പം നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്യാൻ, എനിക്ക് ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തവരോട് പറയാനുള്ളത്, ഏതൊരു സാധാരണക്കാരനും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുള്ളതാണ് 3 വർഷം കൊണ്ട്. എനിക്ക് 30 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്, ആശംസിക്കാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. Thank you, madam. Thank you so much. Very nice, valuable experience. Thank you. യെസ്, അടുത്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഈ ഒരു അവസരം ഏറ്റെടുത്ത് ഇന്ന് കമ്പനിയിൽ നിന്നും 20 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിച്ച് ഇന്ന് കമ്പനിയിൽ എമറാൾഡ് എക്സിക്യൂട്ടീവ് റാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫർസിൻ സാറെയാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ക്ഷണിക്കുന്നത്. പ്ലീസ് വെൽക്കം മിസ്റ്റർ ഫർസിൻ സാർ. Yes, good evening, sir. Wonderful good evening. Binsha sir, എൻ്റെ വോയിസ് ഓഡിയബിൾ അല്ലേ? യെസ്, ഓക്കെ. യെസ്, താങ്ക് യു. ഈ ഒരു അവസരത്തിൽ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കുകയാണ്. കാരണം ഈ ഒരു ഈവനിങ് ടൈമിൽ ഒരുപാട് വ്യക്തികളെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ദൈവത്തിനോട് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് എന്നെ പരിചയപ്പെടുത്തി, പേര് മുഹമ്മദ് ഫർഷിൻ, സ്ഥലം മലപ്പുറം കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2022 എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി ഇനി എന്ത് ചെയ്യും എന്ന് നിൽക്കുന്ന ടൈമിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. 2022 എൻ്റെ 22ാമത്തെ വയസ്സിലാണ് ഞാൻ കേൾക്കുന്നത്. ആ ടൈമിൽ ഒരുപാട് പ്രതീക്ഷകളൊന്നോ കാര്യമായിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, എന്തെങ്കിലും ലൈഫ് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. അതിനു മുമ്പ് അക്കൗണ്ടിംഗ് മേഖല ചെയ്തു, പോസ്റ്റർ ഡിസൈനിങ് ചെയ്തു, ഒരുപാട് അങ്ങനെ വർക്കുകളൊക്കെ എടുത്തു ആ ഒരു ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട്. പക്ഷേ 2022 എൻ്റെ ബ്രദറിലോ വഴി അളിയനുമായി ഈ ഒരു ബിസിനസ് കേട്ട ടൈമിൽ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നിട്ടില്ല. ബിസിനസ് പരമായിട്ടോ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വിശ്വാസമായിരുന്നു. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചതിക്കൂല എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വാല്യുബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ വിശ്വസിച്ച് ഈ ബിസിനസ് ഏറ്റെടുത്തു. പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങി. ആളെ കൂടെ തന്നെ നിന്നിട്ട് ഒന്ന് വിറ്റു 500 രൂപ പ്രോഫിറ്റ് കിട്ടും എന്ന് വിചാരിച്ച വ്യക്തി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 2.5 വർഷം കംപ്ലീറ്റ് ചെയ്യാണ്. എൻ്റെ 24ാമത്തെ വയസ്സിൽ നിൽക്കുകയാണ്. ഈ ഒരു ടൈം കൊണ്ട് എന്ത് നേട്ടം ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ടോട്ടൽ പ്രോഫിറ്റ് 25,50,000 രൂപ പ്രോഫിറ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് വരുമാനം വാങ്ങാൻ പറ്റി. 24ാമത്തെ വയസ്സിൽ ഇന്ന് എൻ്റെ മാസ വരുമാനം ഏകദേശം 1.5 ലക്ഷം രൂപക്ക് മുകളിൽ ഇന്ന് ഞാൻ മാസ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ 24ാമത്തെ വയസ്സിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇന്ന് നാട്ടില് പണിയില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ, ഒരു തൊഴിലവസരം പോലും ഇല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ നാട്ടിലുള്ളത്. ഈ സ്ഥാനത്ത് ഞാൻ നാട്ടിൽ നിന്നുകൊണ്ട് 15,000 രൂപക്ക് ചങ്ങായിമാരൊക്കെ വർക്കിന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ നാട്ടിൽ നിന്നിട്ട് 1.5 ലക്ഷം രൂപ മാസ പ്രോഫിറ്റ് ഞാൻ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു, എൻ്റെ ഫാമിലിയുടെ വലിയ ഡ്രീമായിരുന്നു. അതൊക്കെ എനിക്ക് ഇതിലൂടെ നിറവേറ്റി കൊടുക്കാൻ പറ്റി. ഫാമിലിയുടെ ഡ്രീം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവർക്ക് 2 പേർക്ക് ഒരുമിച്ച് ഉംറ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു. ഓരോ മുസ്ലിംസിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു ഉംറ ചെയ്യുക, ഒരു ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ നോമ്പിന് എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുമിച്ച് എനിക്ക് ആ ഒരു ഡ്രീം, അവരൊരു വലിയൊരു ഡ്രീം എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. പ്ലസ് എൻ്റെ ഒരു വലിയൊരു ഡ്രീം ആയിരുന്നു ഒരു കാർ 4 വീലർ മെയിൻറ്റെയിൻ ചെയ്യുക, അത് നല്ല രീതിയിൽ കൊണ്ട് നടക്കുക എന്നുള്ളത്. അതെൻ്റെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1.5 വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ ആ കാർ എടുത്തു. അതിന് മാസ EMI 19,500 ഞാൻ അതിന്റെ മാസ EMI മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മാസം 19,500 രൂപ സാലറി പോലും കിട്ടാത്ത ആളുകൾ ഇന്ന് ഈ നാട്ടിൽ, നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ടെന്നാണ്. ആ സ്ഥാനത്ത് ഞാൻ 19,500 രൂപ എവറി മന്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് അടവ് അടക്കുന്നുണ്ട്. ഏകദേശം 1.5 വർഷം ഞാൻ അടവ് അടിച്ചു. ഇന്നും എൻ്റെ വീടിന്റെ മുറ്റത്ത് ആ കാറ് കിടപ്പുണ്ട്. ഹലോ,
ഈ ഒരു ലെവലിൽ മാറാൻ പറ്റിയത്, ഈ ഒരു ഏജിൽ ഈ ലെവലിൽ മാറാൻ പറ്റിയത് നോ ഡൗട്ട് ഈ ബിസിനസിന്റെ ഒരു അവസരം തന്നെയാണ്. എൻ്റെ കഴിവാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് മേഖല ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷേ ഈ ബിസിനസ് ഏറ്റെടുത്തുള്ള ഒറ്റ കാരണം കൊണ്ട് 24-ാമത്തെ വയസ്സാവുമ്പോഴേക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസ്സിലൂടെ ചെയ്യാൻ പറ്റി. പ്ലസ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഏജ് കാറ്റഗറി 24-20 ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ, ഒരുപാട് പയ്യന്മാരൊക്കെ ഇന്ന് പല രീതിയിലേക്ക് ക്യാഷിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത രീതിയിലേക്ക് മാറുന്ന ടൈമിൽ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തുള്ള ഒറ്റ കാരണം കൊണ്ട് 500ഓളം ഫാമിലിയിലേക്ക് ഇന്ന് വരുമാനം എത്തിക്കാൻ പറ്റി, വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലസ് 100ഓളം പ്ലസ് പയ്യന്മാർ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ നല്ലൊരു തീരുമാനം ഞാൻ 2022 എടുത്തുകൊണ്ട്, എൻ്റെ 22-ാമത്തെ വയസ്സിൽ എടുത്തുകൊണ്ട് ഇന്ന് നിങ്ങളെ മുമ്പിൽ ഈ ഒരു മീറ്റിംഗിൽ ഈവനിങ് ടൈമിൽ എനിക്ക് കയറാൻ പറ്റി. അന്ന് എടുത്തൊരു തീരുമാനത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഈ മീറ്റിംഗിൽ എടുത്തത്. സോ ഇന്ന് നിങ്ങൾക്കാണ് ഈ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊരു നല്ലൊരു തീരുമാനം നിങ്ങളെ ലൈഫിനും വേണ്ടിയിട്ട്, നിങ്ങളെ ഫാമിലിക്കും വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ നാളെ നിങ്ങളെ ലൈഫിലും ഇതേപോലെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാവും. അതിന് പറ്റട്ടെ എന്ന് മാത്രം വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു പർസൻ സർ, താങ്ക് യു സോ മച്ച്. യെസ്, ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് സെക്ഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഈ ഒരു ക്ലോസിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അവൈലബിൾ ആണ്. ഇന്ന് കമ്പനിയിൽ നിന്നും ഒരു സ്റ്റുഡൻസ് ആയിരിക്കെ ഇന്ന് സ്റ്റുഡൻസ് ആയിരിക്കെ സ്വന്തം സുഹൃത്തിൽ നിന്നും ഈ ഒരു അവസരം ഏറ്റെടുത്ത് ഇന്ന് കമ്പനിയിൽ നിന്നും 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ച് ഇന്ന് വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയ ഞങ്ങളെ പോലുള്ള ഒരുപാട് ആളുകൾ വലിയ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യങ് ആൻഡ് വൈബ്രന്റ് ലീഡർ മിസ്റ്റർ മിഥിലാജ് നെടുമ്പള്ളി സാറാണ് ഈ ഒരു ക്ലോസിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാർദമായിട്ട് മിഥിലാജ് സാർ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മിഥിലാജ് നെടുമ്പള്ളി സാർ. Good evening. Thank you so much. Good evening. Good evening, everyone. Thank you so much, Binshad sir, for your warm welcome. വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. ഓഡിയബിൾ ആണല്ലോ അല്ലേ ബിൻഷാദ് സർ? വോയിസ് ഓക്കെ ആണല്ലോ? ഓക്കെ. ഒരുപാട് സന്തോഷം എല്ലാവരെയും ഈ ഒരു സമയത്ത് കാണാൻ പറ്റിയതിൽ. ഈ ഒരു ഈവനിങ് സമയത്തും നിങ്ങൾ എല്ലാവരും ഈ ഒരു മീറ്റിംഗിൽ കയറി ആയിരത്തി 800 വ്യക്തികൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് 1800 വ്യക്തികൾ കമ്പനിയുടെ ഒരു ആനുവൽ ഇയർ ഇവന്റിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് 1800 വ്യക്തികൾ തായ്ലാൻഡിലോട്ട് ട്രാവൽ ചെയ്യാണ്. അതും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട്. നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരനായിട്ട് വന്ന 1800ഓളം വ്യക്തികൾ ഇന്ത്യയുടെ പല പാർട്ട് ഓഫ് ദ 15 എയർപോർട്ടുകളിൽ നിന്ന് 1800 വ്യക്തികൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കമ്പനി തായ്ലാൻഡിലോട്ട് കൊണ്ടുപോവുകയാണ്. ഞാനും അതിന്റെ ഭാഗമായിട്ട് തായ്ലാൻഡിലോട്ട് പോവുകയാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു പ്രോഗ്രാമിൽ കയറുന്നത്. സോ ഈ സമയത്ത് നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സോ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മിഥിലാജ് നെടുമ്പള്ളി, മലപ്പുറമാണ് സ്വദേശം. ഈ ഒരു അവസരത്തിന്റെ ഭാഗമാവുന്നത് കഴിഞ്ഞ 6 വർഷം മുൻപെയാണ്. വിദ്യാർത്ഥി പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഈ ഒരു അവസരം ആദ്യമായിട്ട് കേൾക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. നിങ്ങൾ ഇന്ന് എങ്ങനെയാണോ ഈ ഒരു അവസരം കേൾക്കുന്നത്, അതുപോലെ തന്നെ ഒരു 6 വർഷം മുൻപ് എനിക്ക് ഈ ഒരു അവസരം കേൾക്കാൻ ഒരു അവസരം കിട്ടി. ഈ പ്രോഗ്രാം കേട്ട, ഈ ഒരു സംരംഭം കേട്ട സമയത്ത് മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് അന്ന് മനസ്സിലാവാത്ത വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 2 മനസ്സിലായത്, ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 500 രൂപ കിട്ടും എന്നുള്ളത് മനസ്സിലായി. ഇതാണ് എനിക്ക് അന്ന് ആകെ മനസ്സിലായത്, വേറെ ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ നിങ്ങളെ പോലെ കേൾക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയാണ്. അന്ന് കേട്ട സമയത്ത് ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ കിട്ടും, 2 വിറ്റ് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടും, സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനസ്സിലായത്. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ട് ടൈം ആയിട്ടൊരു 500 രൂപ കിട്ടിയാൽ പോലും എനിക്കതൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം സാധാരണ ആ സമയത്ത് ഉമ്മന്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു അരമണിക്കൂർ ക്ലാസ് കേൾക്കണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒരു 500 രൂപ. അപ്പോൾ ഞാനത് ഹാപ്പിയാണ്. പിന്നെ ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. ഞാൻ ഈ ഒരു മേഖല
ഒരു കരിയർ ആയിട്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം ഈ ഒരു സംരംഭം എൻ്റെ വീട്ടിൽ ഞാൻ അവതരിപ്പിച്ചു. എൻ്റെ വീട്ടിൽ ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അവർക്ക് കിട്ടിയ ബെനിഫിറ്റിലൂടെയാണ് എൻ്റെ പ്രൊഡക്റ്റ് ഒരുപാട് ആൾക്കാരിലോട്ട് എൻ്റെ ആദ്യത്തെ 12 പ്രൊഡക്റ്റ് എനിക്ക് വിൽക്കാൻ സാധിച്ചത്. പല ഭാഗങ്ങളിലോട്ട് എനിക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റി. അവര് വാങ്ങിച്ച ആൾക്കാർ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തതിന് ശേഷം വീട്ടിൽ കിട്ടിയ ബെനിഫിറ്റ് അത് വേറെയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. 12 പ്രൊഡക്റ്റ് ഗ്രാൻഡ് ഫാദറുമായി പല ഭാഗങ്ങളിലോട്ട് കച്ചവടം നടന്നതുമായി വാങ്ങിച്ച ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങൽ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചതും അതാണ്. നമ്മുടെ നാട്ടില് ഇന്ന് ജനങ്ങള് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഏറ്റവും ഞാൻ പഠിക്കുന്ന സമയത്ത് ബികോമാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബികോമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആവണം ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആവണം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ആരോഗ്യ പ്രശ്നമാണ്, 2 തൊഴിലില്ലായ്മയാണ്. ഈ രണ്ടിനും ഒരുപോലെ അവസരം കൊടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ്വിവ. ഇത് എനിക്ക് പഠിച്ച ആ സമയത്ത് ഒരു സാധനം എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ബെനിഫിറ്റ് കിട്ടി, ജനങ്ങൾ അതിൽ ഹാപ്പി ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരിലോട്ട് ആ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആ വാങ്ങിച്ച ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് എനിക്ക് അന്ന് തന്നെ മനസ്സിലായി. എന്റെ ചോരയിൽ ബെനിഫിറ്റ് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ നോക്കിയ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തത് ഇതിന്റെ ലീഗാലിറ്റിയാണ്. കാരണം ഞാൻ ഈ ഒരു മേഖലയിലോട്ട് എൻ്റെ 20ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് ഞാൻ ഈ മേഖലയിലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ സമയം എനിക്ക് വെറുത്താവണം. തമാശ കളിക്കാൻ എനിക്ക് ഒരിക്കലും നേരമില്ല. എൻ്റെ ഉപ്പ ഒരു പ്രവാസിയായിരുന്നു, 30 വർഷം പ്രവാസിയായ വ്യക്തിയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് തമാശ കളിക്കാൻ നേരമില്ല. എനിക്ക് 2 പെങ്ങന്മാരല്ല 5 പെങ്ങന്മാരുണ്ട്. എനിക്ക് നേരെ താഴത്ത് 2 അനിയത്തിമാര്, പിന്നെ എൻ്റെ എളാപ്പക്ക് 3 പെങ്ങന്മാര്, അങ്ങനെ എല്ലാം കൂടി 5 ആൾക്കാരെ ഉത്തരവാദിത്തം എൻ്റെ ഇതിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ഇതിനെക്കുറിച്ച് ഫസ്റ്റ് പഠിച്ചത് ഇതിന്റെ ലീഗാലിറ്റിയാണ്. ഇതിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ പഠിച്ച സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഇന്ത്യയിൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഡയറക്ട് സെല്ലിംഗിൽ ആദ്യം രജിസ്ട്രേഷൻ എടുത്ത വൺ ആൻഡ് ഓൺലി കമ്പനിയാണ് ED ടെസ്റ്റഡ്, ED അപ്രൂവ്ഡ് കമ്പനിയാണ് ഇൻഡസ്വിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലുപരി ഇന്ന് ഇന്ത്യയിൽ 2 ഹൈക്കോർട്ട് ഓർഡറിന് ഗവൺമെന്റ് ഒപ്പീനിയൻ കിട്ടിയ ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇൻഡസ്വിവ എന്ന് പറയുന്നത്. ഒരേ ഒരു കമ്പനിയാണ് ഇൻഡസ്വിവ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എനിക്ക് ലീഗലി ഇതിന്റെ കാര്യങ്ങൾ പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് മനസ്സിലായി. ഈ കമ്പനിയിൽ നിന്ന് എന്തോരം ഞാനൊരു സമയത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ആ സമയം എനിക്ക് വെറുത്താവണം. ശരിയാണോ അല്ലേ? ഞാൻ എപ്പോഴും മനസ്സിൽ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം, 30 വർഷം അധ്വാനിച്ചിട്ട് ജീവിതത്തിൽ ഒന്നും ആവാത്തതിനേക്കാൾ നല്ലത് ഒരു 3 വർഷത്തെ സ്മാർട്ട് പ്ലാൻ ആണ് എപ്പോഴും ബെസ്റ്റ്. ആണോ അല്ലേ? 30 വർഷം അധ്വാനിച്ചിട്ട് ജീവിതത്തിൽ ഒന്നും ആവാത്തതിനേക്കാൾ നല്ലതല്ലേ ഒരു 3 വർഷം നമ്മൾ നിൽക്കുന്ന മേഖല സ്വന്തമായിട്ടുള്ള മേഖലയാണെങ്കിൽ, വളരാൻ പോകുന്ന മേഖലയാണെങ്കിൽ ആ മേഖലയുടെ കൂടെ ഒന്ന് നിന്നു കൊടുത്തു കഴിഞ്ഞാൽ മതി, നമ്മൾ ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെടും. എന്റെ ജീവിതത്തിൽ അത് തന്നെ ഉണ്ടായത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇതിലൂടെ വരുമാനം എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കിയത്, സാധാരണ ഞാൻ പഠനം കഴിഞ്ഞ് ജോലിയിലോട്ട് കടക്കുകയാണെങ്കിൽ എന്റെ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഇനി എത്ര വലുതാണെങ്കിലും എനിക്ക് തുടക്കത്തിൽ കിട്ടുന്ന വരുമാനം ഒരു എന്റെ 3 വർഷം അത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ പോകും. അപ്പോൾ ഈ ബിസിനസ്സിലോട്ട് കയറി നിൽക്കുമ്പോൾ ആ 3 വർഷം എനിക്ക് വെറുത്താവണം. ആ 3 വർഷം കൊണ്ട് എനിക്ക് ലൈഫിൽ സെറ്റിൽ ആവാൻ പറ്റണം. അതാ ഞാൻ ചെക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ജോലി അല്ല, ഒരു സംരംഭകത്വം ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മന്ത്ലി വരുമാനമല്ല, ഇവിടെ ആഴ്ചയിലാണ് വരുമാനം. ഞാൻ ജോലിക്ക് കയറുകയാണെങ്കിൽ എനിക്ക് മാസത്തിലായിരിക്കും വരുമാനം. മാസത്തിലാണെങ്കിൽ ഒരു വർഷം എനിക്ക് 12 തവണ വരുമാനം കിട്ടും. അപ്പോ ഈ സംരംഭത്തിലാണ് ഞാൻ ഉള്ളതെങ്കിൽ ഒരു വർഷം എനിക്ക് 52 തവണ വരുമാനം കിട്ടും. അപ്പൊ തന്നെ കളി ജയിച്ചു. ഹലോ, ജോലിയിലാണ് 12, പിന്നെ 3 വർഷം ഞാനിത് തുടരുകയാണെങ്കിൽ എനിക്ക് 156 തവണ വരുമാനം കിട്ടും. ജോലിയിലാണെങ്കിൽ എനിക്ക് 36 തവണ വരുമാനം കിട്ടും. ഈ ഒരു മാറ്റമാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം. 156 തവണയാണോ 36 ആണോ വലുത്? 156 ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ വരുമാനത്തിന്റെ കാര്യം പക്ക. ഞാൻ അന്ന് അങ്ങനെ വിശ്വസിച്ച് തുടങ്ങിയതാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, ഇന്ന് ഇന്ത്യയിൽ 104 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഇൻഡസ്വിവ. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ എന്നെ പൊക്കി പറയാൻ വേണ്ടിയില്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറയാണ്. അഹങ്കാരത്തിൽ പറയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്.
ഇന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, എന്റെ ഉമ്മയായി എന്നുള്ള ഒറ്റ കാരണത്താൽ പ്രതിമാസം 50,000 രൂപ വെച്ചിട്ടാണ് എന്റെ ഉമ്മാക്ക് കോപ്ലിക്കൻ ബോണസ് കിട്ടണത്. 50,000 രൂപ. ഈ കമ്പനി ഒരു കോടീശ്വരനായി കഴിഞ്ഞാൽ, ഇതിലൂടെ ഒരു സംരംഭകനായി കഴിഞ്ഞാൽ, ഇതിലൂടെ 1 crore വരുമാനം വാങ്ങിക്കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കോപ്ലിക്കന്റ് ആരാണോ അവർക്ക് 50,000 രൂപ കമ്പനി കൊടുക്കാൻ തയ്യാറാണ്. സോ ഇത് മനസ്സിലാക്കിയോടുകൂടി നോ ഡൗട്ട് പിന്നെ ഇതിനെ കുറിച്ച് ഞാൻ വേറെ ഒന്നും പഠിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ലീഗലി ഓക്കെയാണ്, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മനസ്സിലാക്കി ഇതിലോട്ട് ഇറങ്ങി. ആ ഒരു 5 വർഷം, ഞാൻ 2020 സംരംഭത്തിലോട്ട് വരുന്നത്. ഇന്ന് 2025 വന്ന് നോക്കുമ്പോൾ എന്റെ 25-ാമത്തെ വയസ്സിൽ ഈ സംരംഭത്തിലൂടെ 1,22,00,000 രൂപ ഇതിലൂടെ പ്രോഫിറ്റ് എടുത്തു. നെറ്റ് പ്രോഫിറ്റ്, വരുമാനം, പ്രോഫിറ്റ് ആയിട്ട് മാത്രം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഇതേ അവസരം 37,200 രൂപ കൊടുത്ത് ഒരു സാധാ ഒരു വിവാഹ ബിസിനസ് ഓണർ ആയിട്ട് തുടങ്ങിയ ഇതേ സംരംഭം 37,200. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. നാട്ടിൽ ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ, നാട്ടില് ഇപ്പൊ ഞാൻ മലപ്പുറത്താണ്, മലപ്പുറത്ത് ചെറിയ ഒരു ഷട്ടർ റൂം ഇടണം എന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ഹലോ, 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. പിന്നെ അതിന്റെ വാടക വേറെ, അതിന്റെ സ്റ്റോക്ക് വേറെ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10-20 ലക്ഷം രൂപ കയ്യിൽ വേണം. ഇതേ സാഹചര്യത്തിൽ 37,200 രൂപ പണം മുടക്കി, അതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ഞാൻ പണം മുടക്കിയതിന് എന്റെ കയ്യിൽ 12 പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി. ഈ പ്രൊഡക്റ്റ് വിറ്റാ ഇറക്കി കയ്യിൽ ക്യാഷും കിട്ടി. നഷ്ടപ്പെടാൻ ഒരു രൂപ പോലും സാധ്യത പോലും ഇല്ലാത്ത ഒരു അവസരം. സാധ്യത പോയിട്ട് ഇതിന് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മൾ ഇറക്കുന്ന പൈസക്ക് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഈ പ്രൊഡക്റ്റ് വെച്ച് തുടങ്ങിയ സംരംഭത്തിലൂടെ നെറ്റ് പ്രോഫിറ്റ് 5 വർഷം കൊണ്ട് 1,20,00,000 രൂപ വരുമാനം വാങ്ങിയിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആഴ്ചയിലെ വരുമാനം തന്നെയാണ്. 2, കറക്റ്റ് മേഖലയിൽ കറക്റ്റ് സമയത്ത് കാല് വെച്ചത് കൊണ്ടാണെന്ന് ഞാൻ പറയും. ഓരോ കാലഘട്ടത്തിൽ ഓരോ ബിസിനസ് വരുന്നുണ്ട്. ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഞാൻ എയർപോർട്ടിലാണുള്ളത്, ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓരോ കാലഘട്ടത്തിൽ ഓരോ ബിസിനസ് വരും. ഇപ്പൊ എന്റെ ഗ്രാൻഡ് ഫാദർ ബിസിനസ് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയായിരുന്നു. ഇന്ന് റിയൽ എസ്റ്റേറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലൂടെ സംരംഭത്തിലൂടെ പൈസ ഉണ്ടാക്കിയ വ്യക്തിയാണ് എന്റെ ഗ്രാൻഡ് ഫാദർ. പക്ഷെ ഇന്ന് റിയൽ എസ്റ്റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വമ്പൻ കുത്തക കമ്പനികളാണ് അത് ഏറ്റെടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, അവരാണ് കൈകാര്യം ചെയ്യുന്നത്. സാധാരണക്കാരന് അവിടെ സ്കോപ്പില്ല. ഇപ്പൊ നമ്മുടെ കണ്ണിന് മുന്നിലൂടെയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോയത്. നിങ്ങൾ ആലോചിച്ചു, ഇതിലിരിക്കുന്ന ഒരുപാട് വ്യക്തികള് അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നാട്ടില് ഒരു അംബാസഡർ കാർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതത്തോടു കൂടി നോക്കിയൊരു സമയം ഉണ്ടാവും. ശരിയാണോ അല്ലേ? ഇതിലിരിക്കുന്ന പല ആൾക്കാർ ഒരു അംബാസഡർ, നമ്മളെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ റോഡും ഉണ്ടാവില്ല, എവിടെയെങ്കിലും ഒരു ബസ് കണ്ടു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും യാത്ര ചെയ്യുന്നത് വാഹനത്തിന്റെ ഒരു അകമ്പടിയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ നമുക്കതൊക്കെ ചെലവാണ് ഇന്ന്. ശരിയാണോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു സൈക്കിൾ വാങ്ങണമെങ്കിൽ പോലും നമുക്ക് ചെലവാണ്. ആ മേഖല നമ്മുടെ മുമ്പിൽ കൂടെ കടന്നുപോയ മേഖല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്നാണ് ആ മേഖലയുടെ പേര്. IT ഇൻഡസ്ട്രിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ എന്റെ ചെറുപ്പത്തിൽ മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയുടെ ഒരു തുടക്കം ആരംഭിക്കുകയാണ്. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ ഉപ്പൊക്കെ പ്രവാസ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്ത് കൊണ്ടുപോയി കൊടുക്കലാണ് പരിപാടി. പല വീടുകളിലും കത്ത് കൊണ്ടുപോയി കൊടുക്കുക. എനിക്ക് 25 വയസ്സുള്ള, എന്നേക്കാൾ പ്രായം കൂടിയ ആൾക്കാർ ഇതിൽ എത്രയോ ആൾക്കാരുണ്ടാവും. ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാതെ പ്രവാസ ജീവിതത്തിലോട്ട് പോയ ആൾക്കാരുണ്ടാവും. ഗൾഫ് കൺട്രീസിലോട്ട് പോയ ആൾക്കാരുണ്ടാവും. മരണവാർത്ത അറിയണമെങ്കിൽ 30 ദിവസം വരെ കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിയാണോ അല്ലേ? ഒരു മാസം ഒരാൾ മരണപ്പെട്ടത്, നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ വിദേശത്ത് ഒരാൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു സമയം. അതൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് IT മേഖല വളർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു 290 ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്ത് ഇരുന്നിട്ട് കണക്ട് ആയിട്ട് ഇരിക്കുകയാണ്. ഇതൊരു 20 വർഷം മുമ്പ് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റൂല. ഒരാളോട് പറഞ്ഞ ആൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല. ഈ മേഖലയിൽ വിശ്വസിച്ച് ഈ മേഖലയിൽ സമയം ചെലവാക്കിയ ആൾക്കാരൊക്കെ കോടീശ്വരന്മാരാണ്. ആ മേഖല വരൂല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്ന് അതിലെ കസ്റ്റമേഴ്സ് ആണ്. 95% ആൾക്കാരും കസ്റ്റമേഴ്സ് ആണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നില്ല, വരുമാനമാണോ ചെലവാണ്? മൊത്തം ചെലവാണ്. ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് ഇടുന്ന മേഖലയിൽ പോലും ഞാനും നിങ്ങളില്ല. ബാക്ക് കവറിന് ഞാനും നിങ്ങളില്ല. ഒരു ഫോൺ വീണ് പൊട്ടിയ അടുത്ത ഫോൺ വാങ്ങണമെങ്കിൽ നമുക്ക് ചെലവാണ്. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ ചെലവാണ്. റീചാർജ് ചെയ്താൽ കോൾ അങ്ങോട്ട് പോകുള്ളൂ, കോൾ ഇങ്ങോട്ട് വരുള്ളൂ. ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ആ മേഖലയിൽ നിന്ന് കസ്റ്റമറായി. ലൈക്ക് ദാറ്റ്. ഇനി ലോകത്ത് വളരാൻ പോകുന്ന മേഖല ഇത്. നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിച്ചോ? ഞാൻ 2020 വിശ്വസിച്ച ആളാണ്. നിങ്ങൾ ഇതിൽ ഒരു ഡൗട്ട് നിങ്ങൾ കരുതേണ്ട. ഡൗട്ട് കരുതിയിട്ടും കാര്യമില്ല. കാരണം ഈ മേഖല വളരും.
ഇനി വളരാൻ പോകുന്ന മേഖല അത് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യവും പ്രിവെൻഷനുമാണ് ഇനി ലോകത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞും കാര്യമില്ല, ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ന് ശരീരത്തിൽ ആരോഗ്യത്തിനാണ്. ആണോ അല്ലേ? എന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇത് ഇന്ന് മനുഷ്യന്മാര് തടി നോക്കൽ നിർബന്ധമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലോട്ട് വരും. ഇനി ഉള്ളതിനേക്കാൾ കൂടുതൽ ഇനി ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ പണം മുടക്കും. ആഫ്റ്റർ കോവിഡ് നിങ്ങൾ ആലോചിച്ചോ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ ജനങ്ങൾ അതിന്റെ ഒരു സോപ്പ് വാങ്ങുകയാണെങ്കിൽ പോലും അതിന്റെ ഇൻഗ്രീഡിയൻസ് വരെ തപ്പുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെൽനസ് ഇൻഡസ്ട്രി എന്തുകൊണ്ട് വളരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ആരോഗ്യ മാസികളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടി. ജിംനേഷ്യം കൂടി. രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. എല്ലാം കൂടി. ഇതിനൊക്കെ റീസൺ, ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്ന മേഖല വെൽനസ് ആണ്. തടി നോക്കൽ നിർബന്ധമായിട്ട് വരും. ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടു, ഒരു വീഡിയോ കണ്ടു. അതിലൊരു വ്യക്തി പറയുന്നു, അദ്ദേഹം തറപ്പിച്ച് പറയാണ്, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ 15 വയസ്സാകുമ്പോഴേക്കും അവർക്ക് ഡയബറ്റീസ് പിടികൂടും. ഈ ലെവലിലോട്ടാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത്. കാരണം ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഷുഗർ കണ്ടന്റിന് കയ്യും കണക്കില്ല. 15 വയസ്സാകുമ്പോൾ ഡയബറ്റീസ് ആവുന്നു. ഡയബറ്റീസ് ആയി കഴിഞ്ഞാൽ പിന്നെന്താ നാട്ടിൽ ഓപ്ഷൻ ഉള്ളത്? മെഡിസിൻസ് ആണ്. മെഡിസിന് പകരം ഒരു ഓപ്ഷൻ ഉണ്ട്, അതിന്റെ പേരാണ് ഐകോഫി. ഡയബറ്റീസിനെ മാനേജ് ചെയ്യാനും ഡയബറ്റീസ് വരാതെ ശരീരത്തിനെ സംരക്ഷിക്കാനും പറ്റുന്ന, മാനേജ് ചെയ്യാൻ ശ്രദ്ധിച്ചു കേൾക്കണം, മാറാനെന്നല്ല ഞാൻ പറഞ്ഞത്, മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് ഐകോഫി. ഒരു കോഫി കഴിച്ചിട്ട്, രാവിലത്തെ ചായന്റെ പകരം ഒരു കോഫി കഴിച്ചിട്ട് ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ക്ലിനിക്കലി പ്രൂവൻഡ് ആണെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുക്കോ ഇല്ലയോ? ഓഫ് കോഴ്സ് ഏറ്റെടുക്കും. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളോട് കയറ്റിയേക്കുന്ന പ്രൊഡക്റ്റിന്റെ പേരാണ് ഐകോഫി. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇന്ന് ഈ കമ്പനിയുടെ പേര് അറിയുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പേര് അറിയാം. വരുന്നൊരു 5 ഇയേഴ്സ് നമ്മൾ ഈ സംരംഭത്തിന്റെ ഭാഗമാവുകയാണെന്നുണ്ടെങ്കിൽ, എന്താ ഞാൻ ഇത് ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ഒരു ഗുണം? 5 വർഷം മുമ്പ് ഞാൻ ഈ ഒരു അവസരം ഏറ്റെടുക്കുന്ന സമയത്ത് ഞാനും നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയായിട്ട് ഈ സംരംഭത്തിലോട്ട് വരികയാണ്. ഇന്ന് ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയ സംരംഭം ഇന്ന് 2500ഓളം വ്യക്തികളിലോട്ട്, വലിയ ഒരു ടീമായിട്ട് പല ഭാഗങ്ങളിലോട്ട് കച്ചവടം നടക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫ്രൂട്ടി എന്ന് പറയുന്ന ഒരു സാധനം, ഫ്രൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഒരു ഡ്രിങ്ക്. ഈ ഡ്രിങ്ക് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇവർ സെയിൽ ചെയ്യുന്നത് അവർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചാനൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതേ സിസ്റ്റം നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാം. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഇന്ത്യയിൽ നമുക്ക് എവിടെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ച് നമുക്ക് കച്ചവടം ഡെവലപ്പ് ചെയ്യാം. എന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ സംരംഭം 20ാമത്തെ വയസ്സിൽ എന്നെ വിശ്വസിച്ച് വന്ന വ്യക്തികൾ ഇന്ന് 2500 ആൾക്കാരിൽ ഉപരിയാണ്. ഇവരാര് എവിടെ വിറ്റാലും വാങ്ങിയാലും കുടിച്ചാലും എനിക്ക് വരുമാനം. എന്റെ നാട് മലപ്പുറം ജില്ലയില് തിരുവരങ്ങാടി, കണ്ണമംഗലം, പടപ്പറമ്പ് എനിക്ക് വരുമാനം വരും. ഇന്ത്യന്റെ ഏത് കാശ്മീർ ഒരാൾ വാങ്ങി യൂസ് ചെയ്താലും ഇവിടെ വരുമാനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമാണോ അല്ലേ? ഓഫ് കോഴ്സ് മൈ ഡിയേഴ്സ്, കച്ചവടമാണ്. ഇത് മനസ്സിലാക്കാൻ ഒരുപാട് പണം ചെലവാക്കേണ്ട ആവശ്യമില്ല. 35,200 രൂപയുടെ ഒരു ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്ത് തുടങ്ങാൻ നമ്മളൊരു ധൈര്യം ഇന്നത്തെ ഈവനിങ്ങിൽ കാണിക്കുകയാണെങ്കിൽ, ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഞാൻ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കസ്റ്റമർ ആയിട്ട് മാറും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺടർപ്രണർ ആവാം. ഇതേ ഓപ്ഷൻ ഉള്ളൂ. ഓൺടർപ്രണർ ആയി കഴിഞ്ഞാൽ വരുന്നൊരു 5 വർഷം കൂടി ജനങ്ങൾ നിങ്ങൾക്ക് വരുമാനം വരും. അതല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുമ്പോൾ അതിനുള്ളിൽ ഐപ്പിൾസ് ഉണ്ടാവും. ഡിസിഷൻ ഈസ് യുവേഴ്സ്. സോ ഇതൊരു അവസരമാണ്. ഇതേ അവസരമാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. ദൈവത്തിന് ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നൊരു അവസരം കേൾക്കാനുള്ള അവസരം കിട്ടിയത്. ശരിയാണോ അല്ലേ? 140 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ, 140 കോടി ജനങ്ങൾ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് 277 ആൾക്കാർക്ക് ലിങ്ക് കിട്ടി. ഈ ലിങ്കിലോട്ട് കയറാൻ അത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. ഈ ഒരു നിയോഗത്തിൽ വിശ്വസിക്കുക. ദൈവം നമ്മളിലോട്ട് ഒരു അവസരം കൊണ്ടുവന്ന് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നും കൂടി ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പൊ ആ പ്ലാനിങ്ങിൽ വിശ്വസിക്കുക, ഇത് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഇങ്ങോട്ട് റിയൽ എസ്റ്റേറ്റും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ പോയ പോലെ ഈ ഒരു അവസരം മിസ്സായി പോകരുത്. ബിൻഷാദ് സർ, വോയിസ് ഓക്കെ ആണല്ലോ? ഓക്കെ ബ്രേക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ. സോറി ഫോർ ദാറ്റ്. ഓഡിയബിൾ ആണല്ലോ അല്ലേ? യെസ്, ഹലോ, സോറി. ഓഡിയബിൾ ആണ്. ഓക്കെയാണ് സാറേ.
ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു മിഥിലാജ് സാർ. വളരെ മനോഹരമായിട്ട് ഈ ഒരു അവസരത്തെ കുറിച്ചിട്ടും ഈ ഒരു പ്രൊഡക്റ്റിന്റെ റെലവൻസിനെ കുറിച്ചിട്ടും മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന മിഥിലാജ് സാറിന് ഹൃദയത്തട്ടിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ വൈൻഡ് അപ്പ് സെക്ഷൻ ആണ്. ഇവിടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അവസരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടു. ഇനി തീരുമാനം എടുക്കേണ്ട വ്യക്തികൾ നിങ്ങളാണ്. ഇന്ന് സാറ് പറഞ്ഞതുപോലെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നേരിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസ് വഴിയോ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് ഈ നല്ലൊരു തീരുമാനമെടുത്ത് ഈ ഒരു ടീമിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ പ്ലാൻ പ്രസന്റ് ചെയ്ത സിയാദ് സാറിനും അതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത സമിത മാമിനും ഫർസിൻ സാർക്കും അതുപോലെ തന്നെ നമ്മൾ കീനോട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള മിഥിലാജ് സാർക്കും അതിലെല്ലാം ഉപരി ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇത്രയും നേരം നിങ്ങൾ വീക്ഷിച്ച് കളർഫുൾ ആക്കിയിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തട്ടില നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ അറിയിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വാ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.